പല ജാതി സാധനങ്ങൾ ഇവിടെ നമ്മുടെ ഈ നാട്ടിൽ വന്നു വെച്ചാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇവിടെ നമ്മുടെ കാരക്കാട് പ്രദേശത്ത് പൊളിക്കാൻ വരുന്നത്. പ്ലേറ്റ് ഒക്കെ ആകാശത്ത് പോകുന്ന ആൾക്കാർക്ക് കാണുള്ളൂ അധികം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ തൊട്ട് കാണാനും സംഭവം ഒരു അപകടത്തിൽപ്പെട്ടാണെങ്കിൽ തൊട്ട് കാണാനും അതുപോലെ ഇതിന്റെ പല കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വിദ്യാർത്ഥികളും വരുന്നുണ്ട്. അതുപോലെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അതിൽ നമുക്ക് സന്തോഷം. നമ്മുടെ നാട്ടിലൊക്കെ വരികയാണല്ലോ, കാരക്കാട് പറഞ്ഞ് വരുമ്പോൾ ആ ഒരു സന്തോഷം കൂടി ഇതിലുണ്ട്. 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെട്ട വാർത്ത മലയാളികളൊന്നും അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. അന്ന് കനത്ത മഴയിൽ കരിപ്പൂരിലെ ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്നും നിയന്ത്രണം വിട്ട വിമാനം താഴേക്ക് പതിച്ച് രണ്ടായി പിളരുകയായിരുന്നു. പൈലറ്റുമാരടക്കം 21 പേരുടെ ജീവനെടുത്ത ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള ഓങ്ങല്ലൂർ കാരക്കാട്ടെ ഒരു പ്രമുഖ ആക്രി മാർക്കറ്റിലാണ്. സാധാരണയായി പഴയ വാഹനങ്ങളും ട്യൂബ് ലൈറ്റുകളും ബാറ്ററികളും ഒക്കെ പൊളിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രാജ്യം വിറങ്ങലിച്ചു പോയ ആ മഹാദുരന്തത്തിൻ്റെ ബാക്കിപത്രമാണ്. സംഭവം എന്തെങ്കിലും സന്തോഷമുണ്ട്, അതോടൊപ്പം സങ്കടമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് മരണത്തിനിടയാക്കിയ ഒരു ഫ്ലൈറ്റാണിത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം വന്നതിൽ സന്തോഷം, അതോടൊപ്പം മറ്റേ മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. എന്തായാലും നാടിൻ്റെ അഭിമാനമാണ്. ഒരുപാട് ആൾക്കാർ പുറത്തുനിന്ന് കാണാൻ വരുന്നുണ്ട്. കുറേ ആൾക്കാർ കുറേ പിള്ളേർ ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഉപജീവന മാർഗ്ഗം തന്നെയാണിത്. കാരണം നമ്മുടെ നാട്ടിൽ മേഖലയിലെ ഒരു 100-80% ആൾക്കാർ സ്ക്രാപ്പിൻ്റെ മേഖലയിൽ തന്നെ ജീവിക്കുന്നത്. ഈ മേഖലയിൽ എല്ലാവരും പുറത്തേക്ക് പോയാൽ കാരക്കാട്, പട്ടാമ്പി കാരക്കാട് പറഞ്ഞാൽ എല്ലാവരും പറയണത് ആക്രി വ്യാപാരം എന്ന് പറയാം. അപ്പോൾ ഈ ആക്രി വ്യാപാരം പറഞ്ഞാൽ അതിലെല്ലാം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു ഇതാണ്. ഇപ്പോൾ മുമ്പ് ആരൊക്കെ ട്രോള് ഇറങ്ങി ടൈറ്റ മുങ്ങിയ കാരണം എടുക്കാത്ത എല്ലാവരും എടുത്തിരുന്നു പറയും. പക്ഷെ നമ്മളൊരു മേഖല ഇതായതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ എടുക്കുന്നു, കച്ചവടം ചെയ്യുന്നു, അത്ര തന്നെ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാട് 2-3 മാസം പിടിക്കും. കാരണം പല സാധനം മെറ്റീരിയൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് പൊളിക്കാൻ റിസ്ക്കാണ്, കാരണം ശ്രദ്ധിച്ച് പൊളിക്കണം, അങ്ങനത്തെ സംഭവമാണ്. ഏകദേശം 45 ടണ്ണിലധികം തൂക്കമുള്ള ലോകാവശിഷ്ടങ്ങൾ ഇപ്പോൾ ഓരോ ഭാഗങ്ങളായി വേർപെടുത്തുകയാണ്. വിമാനത്തിൻ്റെ അലൂമിനിയം പാനലുകൾ, ചെമ്പ് കമ്പികൾ, പിച്ചള, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ എന്നിവയെല്ലാം വരും ദിവസങ്ങളിൽ പൂർണ്ണമായും വേർതിരിക്കപ്പെടും. ഇതിപ്പോൾ ഞങ്ങൾ പട്ടാമ്പി തന്നെ ഉള്ളൂ. ഈ സാധനമേ ഞങ്ങൾ പട്ടാമ്പി തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായി ഫോട്ടോ എടുക്കാനായി, കാണാനായി, എല്ലാവർക്കും വന്ന് കാണാനായി ഇങ്ങനെ ഒരു സംഭവം. എന്താ പ്ലെയിൻ തന്നെ കണ്ടമാനം ആൾക്കാർ വീഡിയോ എടുക്കാനും കാണാനും, അതേപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്ത കണ്ടമാനം കുടുംബക്കാർ, ഇതിൻ്റെ ഫാമിലി മെമ്പർമാരൊക്കെ ഇത് വന്ന് കാണുകയും സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതുപോലത്തെ വലിയ എയർക്രാഫ്റ്റുകൾ, മിലിറ്ററി വെഹിക്കിൾസിൻ്റെ ഒക്കെ സ്ക്രാപ്പ് കിട്ടണമെങ്കിൽ പഞ്ചാബ് ഏരിയയിൽ പോകണം. ഇവിടെ മലബാർ ഏരിയയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നതും. അത് കാരണം കുറേ ആൾക്കാർ, ഞാനടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് കാണാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഒരിക്കൽ ആകാശത്ത് പറന്നുയർന്നിരുന്ന് 100 കണക്കിന് യാത്രക്കാരുടെ സ്വപ്നങ്ങൾ വഹിച്ചിരുന്ന ആ വിമാനം ലോഹക്കൂട്ടങ്ങളായി മാറുമ്പോൾ കരിപ്പൂർ ദുരന്തത്തിൻ്റെ അവസാന അധ്യായത്തിന് കൂടിയാണ് പട്ടാമ്പിയിലെയും മണ്ണ് സാക്ഷ്യം വഹിക്കുന്നത്.